അങ്ങനെ ഒരു വീക്കെൻഡ് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി കാലിക്കറ്റിലോട്ട് വിട്ടു. ഫുഡ് അടിക്കണം എന്നുള്ള മാത്രമുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ കാലിക്കറ്റിലേക്ക് പോയത്. കാലിക്കറ്റിൽ ചെല്ലുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കാലിക്കറ്റ് പാരഗണിലേക്ക് പോയി ഞങ്ങൾ വിഭവസമൃദ്ധമായ ലഞ്ചിലേക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഉച്ചയുറക്കം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് കോഴിക്കോടൻ സ്നാക്സ് കഴിക്കാൻ മുഷക്കലിലോട്ടാണ്. ഇവിടുത്തെ ഒരു ഇളനീർ ഡ്രിങ്ക് ഉണ്ട്. എൻ്റെ പൊന്നോ, എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചായ എന്ന് പറഞ്ഞിട്ടുള്ള കഫേ പോയി. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പുമാങ്ങയും കഴിച്ച് കുറച്ച് ഹൽവയും മേടിച്ച് നേരെ വീട്ടിൽ പോയി. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് NYC ബേക്കറിയിലോട്ടാ. വീണ്ടും ഉപ്പുമാങ്ങ. ഇവിടെ പോയാൽ ഉപ്പുമാങ്ങ കഴിക്കണമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് നെല്ലരി ഹെറിറ്റേജ് ബംഗ്ലാവിലേക്കാണ്. അടിപൊളി ഭക്ഷണം അവിടെ നിന്നും കുറെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാലിക്കറ്റ് ബീച്ചിൽ പോയി നല്ല കോഴിക്കോടൻ സ്നാക്സ് വീണ്ടും ചില്ലി ചെയ്ത് കുറേ ബീച്ചിലത്തെ കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ വീണ്ടും കുറേ കഴിച്ചു. പിന്നെ തീറ്റയോ തീറ്റ. ഞങ്ങൾ നേരെ പോയത് ബേക്കർ ആൻഡ് കോ. ഇതൊന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഞങ്ങൾ പോയ ട്രിപ്പിൽ ഏറ്റവും അടിപൊളി ഡെസേർട്ട് കിട്ടുന്ന സ്ഥലമായിരുന്നു. എനിക്ക് എത്ര വർണ്ണിച്ചാലും മതിയാവത്തില്ല ഈ സ്ഥലത്തിനെ പറ്റി. അത് കഴിഞ്ഞ് പേരിനൊരു ഡിന്നറും കഴിച്ച് ഞങ്ങൾ നെക്സ്റ്റ് ഡേ പോയത് സംഗീത് കൂൾബാറിലത്തെ ഐസ്ക്രീംസ് കഴിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ബോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്ഥലത്തും കൂടെ പോയി, ഈറ്റ്മോസ്ഫിയർ. അങ്ങനെ ഞങ്ങളുടെ കോഴിക്കോട് ട്രിപ്പ് കഴിഞ്ഞു.